ഹായ് ഹലോ ഫ്രണ്ട്സ്. മഴതോര മുംബൈ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബബിതയുടെ അഹങ്കാരത്തിന് ഒരു കനത്ത തിരിച്ചടി തന്നെ കിട്ടുകയാണ്. ബബിതയുടെ എല്ലാ കള്ളക്കളികളും രോഹിത് കൈയോടെ പിടികൂടുകയാണ് കേട്ടോ. എല്ലാ തെളിവ് സഹിതവും അത് ബബിതയെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ബബിതയോട് ഈ കാര്യങ്ങളെല്ലാം രോഹിത് ചോദിക്കുകയാണ് കേട്ടോ. നീ ഇപ്പോൾ കോളേജിലേക്ക് പോകാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, 2 വർഷക്കാലം അവൻ നിന്നെ മിസ്യൂസ് ചെയ്യുകയായിരുന്നു അല്ലേ, എന്നിട്ട് ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ നിൽക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ബബിത അങ്ങ് കുറ്റപ്പെടുത്താൻ നോക്കുകയാണ്. ബബിത ഉടനെ കരഞ്ഞോണ്ട് തന്നെ പ്ലീസ് ഹരിയേട്ടാ, അതൊന്ന് ഡിലീറ്റ് ചെയ്യുക ഹരിയേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി ഒരിക്കലും ഞാൻ അവൻ്റെ കൂടെ പോവില്ല, പ്ലീസ് ഈ ഒരു പ്രാവശ്യം എന്നോട് ക്ഷമിക്കുക ഹരിയേട്ടാ, ഇത് ആരെയും കാണിക്കല്ലേ, ആരോടും പറയല്ലേ, അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നുകളയും, പ്ലീസ് ഹരിയേട്ടാ എന്നോട് ക്ഷമിക്കുക, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, ഈ ഒറ്റ തവണ എന്നോട് ക്ഷമിക്കുക ഹരിയേട്ട എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരയുകയാണ് ഹരിയുടെ. ഹരിയാണെങ്കിലും കിട്ടിയ അവസരം മുതലാക്കാനായിട്ടാണ് നോക്കുന്നത്. ഹരിയുടെ മനസ്സിൽ വേറെ ദുരുദ്ദേശങ്ങൾ തന്നെയാണല്ലോ. ബബിതി എങ്ങനെയെങ്കിലും തൻ്റെ റൂമിലേക്ക് എത്തിക്കാനുള്ള വഴികളാണ് ഹരി നോക്കുന്നത്. ഹരി എന്നിട്ട് ബബിതിയോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നീ പറ, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ എല്ലാവരെയും അറിയിക്കേണ്ട കാര്യമല്ലേ, ഇനി ഇത് മുമ്പോട്ട് പോകാൻ അനുവദിക്കുന്നത് വലിയ ആപത്തിലേക്കായിരിക്കും, അതുകൊണ്ട് എന്ത് വേണമെന്ന് നീ തന്നെ പറ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, പ്ലീസ് ഹരിയേട്ടാ എന്നെ ദ്രോഹിക്കല്ലേ, ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കള ഹരിയേട്ടാ, ആരെങ്കിലും കണ്ടാൽ ആകെ പ്രശ്നമാകുമെന്നൊക്കെ വീണ്ടും ബബിത പറയുകയാണ്. അപ്പോഴേക്കും ഹരി പറയുന്നുണ്ട്, ശരി ഞാനിത് ഡിലീറ്റ് ചെയ്യാം, പക്ഷേ അതിന് പകരം നീ എനിക്ക് എന്ത് തരും, ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിന്റെ അച്ഛനെയും രോഹിയെയും അതുപോലെ കൊല്ലപ്പള്ളിയിലുള്ളവരെയൊക്കെ അറിയിച്ചാൽ എന്താ സംഭവിക്കുന്നുള്ളത് നിനക്ക് അറിയാമല്ലോ, അതുകൊണ്ട് നീ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി, ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം, പക്ഷേ അതിന് പകരം നീ എനിക്ക് എന്ത് സഹായം ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് ഹരിയുടെ മനസ്സിൽ ഹരി എന്ത് ഉദ്ദേശിച്ചാണോ അങ്ങനെ ചോദിച്ചത് ആ ഒരു അർത്ഥത്തിലല്ല നമ്മുടെ ബബിത മനസ്സിലാക്കുന്നത്. ബബിത പറയുന്നുണ്ട്, ഹരിയേട്ടാ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഞാൻ തരാം, ഗോൾഡോ പണമോ എൻ്റെ കയ്യിലുള്ള എന്താന്ന് വെച്ചാൽ എല്ലാം ഞാൻ തരാം, എന്ത് വേണമെങ്കിലും ഞാൻ തരാം ഹരിയേട്ടാ, അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി, ഇത് ആരും അറിയിക്കല്ലേ, ആരോടും പറയല്ലേ, എന്നെ ദ്രോഹിക്കല്ലേ, പ്ലീസ് ഹരിയേട്ടാ എന്ന് പറഞ്ഞ് വീണ്ടും ബബിത കരയുകയാണ്. അപ്പോഴേക്കും ഹരി പറയുന്നുണ്ട്, എന്തായാലും ഞാനത് നോക്കാം, അതുവരെ ഈ വീഡിയോസും ഫോട്ടോസും എൻ്റെ ഫോണിൽ തന്നെ ഉണ്ടാവും, എന്തായാലും നീ കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ റൂമിലോട്ട് വാ, എന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അപ്പം ചെയ്തോളാം എന്നിങ്ങനെ ഹരി പറയുമ്പോഴേക്കും ബബിത വീണ്ടും പറയുന്നുണ്ട്, ഹരിയേട്ടാ പ്ലീസ് ഹരിയേട്ടാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ, ഇപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കള ഹരിയേട്ടാ എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും ഹരി പറയുന്നുണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്തോളാം, ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ വേറെ ആരും അറിയിക്കുന്നില്ല, ആരെയും കാണിക്കുന്നുമില്ല, ഞാൻ തന്നെ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളാം, കുറച്ച് കഴിയുമ്പോഴേക്കും നീ എൻ്റെ റൂമിലോട്ട് പോരെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഒരു പറച്ചിലൊന്നുമില്ല, നീ എന്തായാലും എൻ്റെ റൂമിലേക്ക് വരുന്നത് വരെ ഇതാരും കാണത്തില്ല, അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാം എന്നും പറഞ്ഞിട്ട് ബബിതി ഒന്ന് അടിമുടി നോക്കിയിട്ട് ഹരി അവിടുന്ന് പോകുന്നുണ്ട്. ഹരി പോയതിനു ശേഷം ബബിതി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച റൂമിൽ പോയിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇനി ഇതാരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, പിന്നെ ഞാൻ ജീവനോട് ഇരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അച്ഛനോ അമ്മയോ രോഹിയോ കൃഷ്ണമോളോ അല്ലെങ്കിൽ കൊല്ലപ്പള്ളിയിലുള്ള ആരെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബബിതിയെ കൊല്ലും എന്നുള്ള കാര്യം ബബിതയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ഈ കുടുക്കിന്നൊക്കെ എന്ന് രക്ഷപ്പെടും എന്നങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ബബിത. എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഹരിയേട്ടൻ്റെ റൂമിലേക്ക് ചെല്ലണം, ഹരിയേട്ടൻ എന്താവശ്യപ്പെട്ടാലും അതൊക്കെ കൊടുക്കണം, എങ്ങനെയെങ്കിലും ഹരിയേട്ടൻ്റെ ഫോണിൽ നിന്ന് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയിപ്പിക്കണം, അതിനു വേണ്ടിയിട്ട് എത്ര പണം വേണമെങ്കിലും എൻ്റെ കയ്യിലുള്ള എല്ലാ ഗോൾഡും ഞാൻ കൊടുക്കാം, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അത് ഹരിയേട്ടൻ്റെ ഫോണിൽ നിന്ന് കളഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ ബബിത ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹരിക്ക് ആവശ്യം ഇന്നൊരു ദിവസം ബബിതയാണെന്നുള്ളത് ബബിത മനസ്സിലാക്കുന്നില്ല. ബബിതയുടെ കയ്യിലുള്ള പണമോ ഗോൾഡോ ഒന്നും അല്ലല്ലോ ഹരി നോട്ടമിടുന്നത്, ബബിതയുടെ ശരീരമാണല്ലോ ഹരി നോട്ടമിടുന്നത്, അത് നമ്മുടെ ബബിതയ്ക്ക് ഒട്ടും തന്നെ മനസ്സിലാവുന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ബബിതയുടെ മനസ്സിൽ രോഹിത്തിന് ഒരു സ്ഥാനമുണ്ടല്ലോ, ഒരു ഏട്ടൻ എന്ന സ്ഥാനം, അതേ സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ ഹരിയും കാണുന്നത്, അതുകൊണ്ട് ഹരി തന്നോട് അങ്ങനെ മോശമായിട്ട് പെരുമാറില്ലെന്നൊക്കെ തന്നെയാണ് നമ്മുടെ ബബിത വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഹരിയുടെ മനസ്സിൽ അങ്ങനെയല്ല കേട്ടോ. സ്വന്തം പെങ്ങളെപ്പോലെ കാണേണ്ട ഒരു അനിയത്തിയോടാണ് ഹരി ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാൻ പോകുന്നത്. അത്രത്തോളം നീചമായ ഒരു തെല്ല് പോലും മനസാക്ഷി ഇല്ലാത്ത ഒരു ഹൃദയത്തിനുടമയാണ് നമ്മുടെ ഹരി. ഹരിയുടെ മനസ്സിൽ എപ്പോഴും ഇതുപോലുള്ള വൃത്തികെട്ട ചിന്തകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാൽ ബബിത അങ്ങനെ ഹരിക്ക് വഴങ്ങി കൊടുക്കാനൊന്നും പോണില്ല കേട്ടോ. ബബിത അവിടെയും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബബിത ആ ചെറുക്കൻ്റെ കൂടെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ കാമുകനാണ്, തന്നെ കല്യാണം കഴിക്കാൻ വന്ന തൻ്റെ ഭാവി ഭർത്താവാണ് എന്നൊക്കെ കരുതിയാണല്ലോ കൂടെ പോയിട്ടുള്ളത്, അല്ലാതെ വേറൊരു ഉദ്ദേശവും തന്നെ ബബിതയുടെ മനസ്സിലും ഇല്ല. എന്തായാലും ബബിതയ്ക്ക് ഇതിലും വലിയൊരു പണി ഇനി കിട്ടാനില്ല. കൊല്ലപ്പള്ളിയിലായതുകൊണ്ട് തന്നെ ആരും ഞങ്ങളെ നിയന്ത്രിക്കാൻ വരില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള അഹങ്കാരമൊക്കെ അങ്ങ് മാറി കിട്ടുകയാണ് ബബിതയ്ക്ക്. ഇനിയിപ്പോൾ ഹരിയേട്ടൻ എന്താവശ്യപ്പെട്ടാലും അതൊക്കെ കൊടുത്ത് ഹരിയേട്ടൻ്റെ ഫോണിൽ നിന്ന് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കണമെന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ബബിത.
പിന്നെ ഇത് ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ വന്ന ഭവിഷ്യത്തുകളൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട് കേട്ടോ ബബിത. എന്നാൽ ഹരിക്ക് അങ്ങനെയല്ല. ഹരി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ബബിത തൻ്റെ റൂമിൽ വരും. തൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ അവൾ സമ്മതിക്കും. ഇന്നൊരു ദിവസം അവൾ എൻ്റെ കൂടെ ഉണ്ടാകും. ഒരുപാട് നാൾ ഞാൻ ആഗ്രഹിച്ച ആ കാര്യമാണ് ഇപ്പം നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഓർത്ത് ബബിതയുടെ വരവും കാത്ത് സന്തോഷിച്ചിരിക്കുകയാണ് ഹരി. പിന്നീട് നമ്മുടെ രേവതിക്കുട്ടിയെ അന്വേഷിച്ച് രമേശ് നായർ വീണ്ടും ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും വീട്ടിലെത്തുന്നുണ്ട്. രമേശ് നായർ വന്ന് സംസാരിക്കുമ്പോഴേക്കും രേവതിക്കുട്ടിയും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം, ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് രേവതിക്കുട്ടീനെ കൊണ്ടുവന്ന് കാണിച്ചോളാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടാണല്ലോ രമേശ് നായർ പോയത്. 2 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ രമേശ് നായർ ഇവരുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളിങ്ങനെ ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞതല്ലേ, ഞങ്ങൾ വന്നോളാം. എന്തായാലും രേവതിക്കുട്ടിക്ക് കോളേജിലൊക്കെ പോകാനുള്ളതല്ലേ, വീക്കെൻഡ് ആകുമ്പോഴേക്കും ഞങ്ങൾ വരുന്നുണ്ട്. ഇനി അതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ കൂടെ കൂടി ഇങ്ങനെ വിളിച്ച് ഞങ്ങളെ ശല്യം ചെയ്യേണ്ടെന്നൊക്കെ മാമച്ചായൻ ആ രമേശ് നായരോട് പറയുകയാണ് കേട്ടോ. രമേശ് നായർക്ക് അത് കേൾക്കുമ്പോൾ സങ്കടമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ വീക്കെൻഡ് ആയപ്പോഴേക്കും ഇവർ രമേശ് നായരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ അങ്ങനെ പോകാൻ തീരുമാനിക്കുമ്പോഴും മാമച്ചായൻ്റെയും ഗ്രേസമ്മേൻ്റെയും ഒക്കെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. ഇനിയിപ്പോൾ രേവതിക്കുട്ടിയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കാണുമ്പോഴേക്കും രേവതിക്കുട്ടിയുടെ മനസ്സിൽ അവരോട് ഇനി ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായാലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം നമ്മുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ. ഒരിക്കലും അവിടെ ഒരു സിമ്പതി ഒന്നും തോന്നരുത്. മാത്രമല്ല പിന്നെ രമേശൻ നായരുടെ മകനാണ് രേവതിക്കുട്ടിയുടെ അച്ഛൻ എന്നുള്ള കാര്യം രേവതിക്കുട്ടി ഒരിക്കലും അറിയാനും പാടില്ല. ഇപ്പോഴും രേവതിക്കുട്ടി വിചാരിച്ചു വെച്ചിരിക്കുന്നത് രമേശൻ നായർ അവളുടെ ഒരു ബന്ധുവാണെന്ന് മാത്രമാണ്. അതങ്ങനെ മാത്രമേ ആകാവുള്ളൂ, അതിൽ കൂടുതലൊന്നും വേണ്ട. നമ്മൾ ആരെ കാണാൻ പോകുന്നെന്നോ എന്തിനു കാണാൻ പോകുന്നെന്നോ ഒന്നും രേവതിക്കുട്ടിക്ക് അറിയില്ല. അവിടെ ഉള്ളത് ആരാണെന്നും രേവതിക്കുട്ടിക്ക് അറിയില്ല. റിലേറ്റീവ് ആണെന്നുള്ള കാര്യം മാത്രമേ രേവതിക്കുട്ടിക്ക് അറിയാവുള്ളൂ. അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ തന്നെ മാമച്ചാനും ഗ്രേസമ്മയാൻ്റെയും കൂടി തീരുമാനിച്ചുറപ്പിച്ചാണ് കേട്ടോ പോകാൻ പോകുന്നത്. എന്നിട്ട് ഗ്രേസമ്മയാൻ്റെ മാമച്ചായനോട് പറയുന്നുണ്ട്, ഇനി അഥവാ വേറെന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ല മാമച്ചായ. തിരിച്ചു വരുമ്പം രേവതിക്കുട്ടി നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ഈ വീട്ടിലോട്ട് കയറും? നമ്മൾ പിന്നെ ചത്ത് ജീവിക്കുന്ന പോലെ ആകും. ഈ വീട്ടിലെ എല്ലാ സന്തോഷവും പോകും. എനിക്കാകെ അത് ഓർത്തിട്ട് പേടിയാവുന്നുണ്ട്, നല്ല വിഷമമുണ്ട്. എനിക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് ഇവളെയും കൂട്ടി പോകാൻ പോലും തോന്നുന്നില്ല എന്നൊക്കെ നമ്മുടെ ഗ്രേസമ്മയാൻ്റെ പറയുകയാണ്. അപ്പോൾ ഗ്രേസമ്മയോടായിട്ട് മാമച്ചായൻ പറയുന്നുണ്ട്, എന്തുവാണ് താനീ പറയുന്നത്? അങ്ങനെ രേവതിക്കുട്ടി നമ്മളെന്നും വിട്ടിട്ട് പോവില്ല. നിനക്ക് രേവതിക്കുട്ടിയെ അറിയത്തില്ലേ? അവൾക്ക് സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞാലും അവൾ നമ്മളെ വിട്ട് പോവില്ലെന്ന് നമ്മളോട് പറഞ്ഞല്ലേ. പിന്നെ താൻ എന്തിനാ അതോർത്ത് ഇങ്ങനെ പേടിക്കുന്നത്? ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് അവളുടെ സ്വന്തം അച്ഛനാണെന്നോ ഇവിടെ അന്വേഷിച്ച് വന്ന ആള് അവളുടെ മുത്തച്ഛനാണെന്നോ ഒന്നും അവൾക്ക് അറിയില്ലല്ലോ. അതൊട്ടും തന്നെ ആരും പറയാനും പോകുന്നില്ല. പിന്നെ നീ എന്തിനാ അതോർത്തിങ്ങനെ വിഷമിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗ്രേസമ്മയാൻ്റെ പറയുന്നുണ്ട്, അത് പിന്നെ വേറൊന്നും അല്ല മാമച്ചായ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആരെങ്കിലും വഴി അവൾ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? ആ സമയത്ത് അവൾക്ക് അവിടെ 2 ദിവസം നിൽക്കണം തോന്നിയാലോ? ഒന്നുമില്ലെങ്കിലും മരണക്കിടക്കയിൽ കിടക്കുന്നത് അവളുടെ അച്ഛനല്ലേ. അങ്ങനെ ഒരു ആഗ്രഹം അവൾ പറഞ്ഞാൽ നമുക്കവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മാമച്ചായ? പിന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് തിരിച്ചു വരണ്ടേ? അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ മടിക്കുന്നത് എന്നിങ്ങനെ ഗ്രേസമ്മയായിട്ട് പറയുകയാണ്. ഗ്രേസമ്മയ്ക്ക് മാമച്ചായന് നല്ല വിഷമമാണ് കേട്ടോ. രേവതിക്കുട്ടിയെ സ്വന്തം മോളെ പോലെയാണല്ലോ ഇപ്പം നോക്കി വളർത്തുന്നത്. മാമച്ചായൻ പറയുന്നുണ്ട്, എന്തായാലും ഗ്രേസമ്മ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. രേവതിക്കുട്ടി നമ്മളെ വിട്ട് എങ്ങും പോകില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. ഇതിനോടകം അയാൾ 2 പ്രാവശ്യം ഇവിടെ വന്ന് അന്വേഷിച്ചില്ലേ? അയാൾ പോകുന്നതിന് മുമ്പ് നമ്മളോട് വ്യക്തമായി പറഞ്ഞിട്ടും പോയതല്ലേ. സ്വത്തിനും പണത്തിനും ഒന്നും വേണ്ടിയിട്ടല്ലല്ലോ. സ്വന്തം മകൻ ഇന്നോ നാളെയോ മരിക്കുന്നു പറഞ്ഞ് കിടക്കുന്നു. അയാൾ മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് അയാളുടെ മോളെ കാണണമെന്നൊന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ കൊണ്ടുപോയി കാണിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. അല്ലാതെ രേവതിക്കുട്ടിയെ അവിടെ പിടിച്ചു നിർത്താനൊന്നും അയാൾക്ക് ഉദ്ദേശമില്ലെന്ന് അയാൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ്. എന്തായാലും അയാൾ കുറേ പ്രാവശ്യം വിളിച്ചതല്ലേ. മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആളെ ഏത് നിമിഷം മരിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി എങ്ങാനും നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അയാൾ എങ്ങാനും മരണപ്പെട്ടു പോയാൽ അത് നമുക്ക് വല്ലാത്തൊരു വിഷമമാവൂലേ ഗ്രേസമ്മേ? നമ്മളായിട്ട് ഇനി അയാളുടെ മോളെ കൊണ്ടുപോയി കാണിച്ചില്ല എന്ന് വേണ്ടില്ല. നമ്മളായിട്ട് ഇനി അങ്ങനെ ഒരു പാവം ചെയ്തു എന്ന് വേണ്ട. നമുക്ക് എന്തായാലും രേവതിക്കുട്ടിയെ ഒന്ന് പോയി കാണിച്ചേക്കാം. എന്തായാലും അയാൾ ഇനി ജീവിതത്തിലോട്ട് രക്ഷപ്പെട്ട് വരാനൊന്നും പോകുന്നില്ലല്ലോ. അയാൾ ഉടനെ തന്നെ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പായതാണ്. അതുകൊണ്ട് നീ അങ്ങനെ ഓർത്ത് പേടിക്കേണ്ട, നീ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് മാമച്ചായൻ ഗ്രേസമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നിങ്ങനെ ഒരു പതിഞ്ഞ സ്വരത്തോടെ തന്നെ ഗ്രേസമ്മ പറയുകയാണ് കേട്ടോ. ഗ്രേസമ്മയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അങ്ങോട്ടേക്ക് പോകാൻ. പിന്നെ നിവൃത്തികേട് കൊണ്ട് പോവുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയെയും അവർ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ കേട്ടോ. അപ്പോഴേക്കും എങ്ങോട്ടേക്കാണ് പോകുന്നത്, ആരെ കാണാനാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ട്, അതൊക്കെ സർപ്രൈസാ, ഒരു സ്ഥലം വരെ പോകണം, അത് മാത്രം നീ അറിഞ്ഞാൽ മതി. എന്തായാലും ഞങ്ങൾ നിന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോകുമല്ലോ. നിനക്ക് എന്താടി ഞങ്ങളുടെ കൂടെ വരാൻ ഇത്രയ്ക്ക് ധൈര്യമില്ലേ? എന്തായാലും നാളെ രാവിലെ നേരത്തെ തന്നെ എല്ലാ പണിയും തീർത്ത് നമുക്ക് റെഡിയായി ഇറങ്ങണം. പോയിട്ട് നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ തിരികെ ഇവിടെ എത്തണമെന്നൊക്കെ ഇങ്ങനെ മാമച്ചായനും പറയുകയാണ്. എന്നാലും എവിടെയാണ് നമ്മൾ പോകുന്നത്, ആരെ കാണാനാണ് പോകുന്നത്,
അതെങ്കിലും ഒന്ന് പറയേ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ഇല്ല അതൊരു സർപ്രൈസാണ്, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നീ അറിഞ്ഞാൽ മതി എന്നും പറയുക കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവരിത് എന്താ സർപ്രൈസ് ആക്കുന്നത്, എന്നോട് എന്താ പറയാത്തതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അംസാനും ഗ്രേസിയമ്മ ആൻറ്റിയും അതൊക്കെ പറഞ്ഞിട്ട് അവർ റൂമിൽ കയറി കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ അതും ആലോചിച്ചുകൊണ്ട് റൂമിലോട്ട് കയറി പോവുകയാണ്. പിന്നെ നമ്മുടെ ബബിത എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിങ്ങനെ റൂമിൽ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബബിത ഹരിയുടെ റൂമിലേക്ക് പോകണോ വേണ്ടയോ, പോയാൽ ഇനി എന്തെങ്കിലും പ്രശ്നമാവുമോ, ഹരിയേട്ടൻ എന്തായിരിക്കും ചോദിക്കുന്നത് എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ലെന്നുള്ളത് ബബിതയ്ക്ക് അറിയാം. അലീനയോട് കാണിച്ചു കൂട്ടിയതൊക്കെ ബബിതയും കണ്ടതാണല്ലോ. പിന്നെ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഹരിയേട്ടൻ്റെ റൂമിലേക്ക് ചെല്ലണം, എങ്ങനെയെങ്കിലും ഹരിയേട്ടൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഹരിയേട്ടനെ കൊണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം, എങ്കിലല്ലേ എനിക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിയേട്ടൻ ചോദിക്കുന്ന എന്ത് കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഹരിയേട്ടൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളയണം എന്നൊക്കെയുള്ള ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് ഹരിയുടെ റൂമിലോട്ട് പോവുകയാണ് ബബിത. അങ്ങനെ ആരും കാണാതെ തന്നെ ബബിത രോഹിത്തിൻ്റെ മുറിയുടെ മുന്നിൽ എത്തുകയാണ്. എന്നിട്ട് ഡോറിൽ മുട്ടുന്നുണ്ട് കേട്ടോ. ഡോറിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഹരിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ബബിതയായിരിക്കും ഡോറിൽ മുട്ടുന്നതെന്നൊക്കെയുള്ള സന്തോഷത്തോടെ തന്നെ വാതിലും വന്ന് തുറക്കുകയാണ്. ഡോറ് തുറന്നിട്ട് ബബിതയെ കാണുമ്പം ഒരു വഷളം ചിരിയൊക്കെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ. കയറും ആ ബബിതേ. എന്നിട്ട് ബബിതയോട് ഹരി അകത്തോട്ട് കയറി വരാൻ പറയുകയാണ് കേട്ടോ. പേടിച്ച് വരച്ചോണ്ട് തന്നെ നമ്മുടെ ബബിത അകത്തോട്ട് കയറി ചെല്ലുന്നുണ്ട്. ബബിത അകത്ത് കയറിയതും ഹരി ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഹരിയേട്ടാ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു തെറ്റ് പറ്റി പോയതാണ്, പ്ലീസ് ഹരിയേട്ടാ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കാണാം, ആരെയും കാണിക്കല്ലേ, എൻ്റെ ജീവിതം കളയല്ലേ എന്നൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കയറി ചെല്ലുന്നതും. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിലും അങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഫോണിൽ കൊണ്ട് നടക്കാൻ പറ്റുമോ, ബാന്നേ വന്നിവിടെ ഇരിക്കുക, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, അതിനുശേഷം നീ മനസ്സ് വെച്ചാൽ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാമെന്നും പറയുകയാണ്. അപ്പം ബബിത നിസ്സഹായാവസ്ഥയോടെ ഹരിയെ നോക്കി നിൽക്കുകയാണ്. ഹരി പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു തെളിവ് കിട്ടിയിട്ട് അങ്ങനെ അങ്ങ് വെറുതെ വിട്ട് കളയാൻ പറ്റുമോ ബബിത മോളെ, അങ്ങനെ വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ. ബബിത അപ്പോഴും പറയുന്നുണ്ട്, ഹരിയേട്ടാ എന്തോ ഹരിയേട്ടൻ ഉദ്ദേശിക്കുന്നത്, ഹരിയേട്ടാ പ്ലീസ് ഹരിയേട്ടാ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇനി അമലിനെ കാണുന്നുമില്ല, അവൻ്റെ കൂടെ പോകുന്നുമില്ല, അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, ഈ ഫോട്ടോസും വീഡിയോസും അത് കാണിച്ച് എൻ്റെ ജീവിതം ഇല്ലാതാക്കരുത്, അച്ഛനോടും അമ്മയോടും രോഹിയേട്ടനോടും ഒന്നും പറയരുത്, ഈ കാര്യം ആരും അറിയാൻ പാടില്ല, അറിഞ്ഞാൽ അച്ഛൻ എന്നെ കൊന്നു കളയുമെന്നൊക്കെ ബബിത വീണ്ടും വീണ്ടും പറയുകയാണ്. ഹരിയേട്ടൻ എന്ത് ചോദിച്ചാലും ഞാൻ തരാം, എൻ്റെ കയ്യിലുള്ള എല്ലാം ഞാൻ തരാമെന്നൊക്കെ നമ്മുടെ ബബിത പറയുകയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ ഇഷ്ടം, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല മോളെ. അപ്പോഴേക്കും ബബിത ഹരിയെ നോക്കുകയാണ് കേട്ടോ. ഹരി പറയുന്നുണ്ട്, അത് പിന്നെ മോളെ ഞാൻ നിൻ്റെ കസിനാണ്, ഞാൻ നിൻ്റെ സ്വന്തം ആങ്ങളെയൊന്നുമല്ല, ചുരുക്കി പറഞ്ഞാൽ നീ എൻ്റെ മുറപ്പെണ്ണാണ്, അപ്പോൾ പിന്നെ നീ ഇതുപോലുള്ള കൂട്ടുകെട്ടിലൊക്കെ പെട്ടുപോയാൽ അതെനിക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ, നീ തന്നെ പറ. പിന്നെ അമലെന്ന് പറയുന്ന അവനുണ്ടല്ലോ, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം, അവനെപ്പോലെ ഒരു ഫ്രോഡിനെ ഞാൻ കണ്ടിട്ടില്ല, അത്രയ്ക്ക് മഹാവൃത്തികെട്ടവനാവൻ, അവനെ അല്ലാതെ വേറെ ആരെയും നിനക്ക് പ്രേമിക്കാൻ കിട്ടിയില്ലേടി, അവനെന്തിനാ നിൻ്റെ കൂടെ കൂടിയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇതുപോലെ കാണുന്നത്, പല പ്രാവശ്യവും നിങ്ങളിത് ആവർത്തിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം, എന്തായാലും പല പ്രാവശ്യവും നിന്നെ അവൻ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം, ആ ഒരു സംശയം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നതും, എന്തായാലും രണ്ടുപേരുടെയും കള്ളത്തരം കൈയോടെ പൊക്കാൻ പറ്റി, ഞാനും അത്ര നല്ലവനൊന്നുമല്ല, എന്തായാലും അവനെ പോലെ തന്നെ എനിക്കും ഈ വിഷയത്തിൽ ഇച്ചിരി താല്പര്യമൊക്കെ ഉണ്ട്. ബബിത ആകെ ഷോക്കായിട്ട് ഹരിയെ നോക്കിയാണ് കേട്ടോ. അപ്പോഴേക്കും ബബിത ഒരു പേടിയോടെ തന്നെ പറയുന്നുണ്ട്, പ്ലീസ് ഹരിയേട്ടാ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പം ഹരിയേട്ടൻ ഈ വീഡിയോസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യും, ഹരിയേട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ തന്നോളാം, എന്ത് ചോദിച്ചാലും ഞാൻ തരാം, പ്ലീസ് ഹരിയേട്ടാ അതൊന്ന് ഡിലീറ്റ് ചെയ്യുക, ഞാൻ പ്രോമിസ് ചെയ്യുക, ഹരിയേട്ടൻ എന്ത് ചോദിച്ചാലും ഞാൻ തരാം, ആദ്യം അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക ഹരിയേട്ടാന്ന് എന്നെ പറയുകയാണ് ബബിത. അപ്പോഴേക്കും ഹരി ബബിതയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്യാം, നീ ഒന്ന് അടങ്ങ് പെണ്ണേ, നീ ഒന്ന് സമാധാനപ്പെട്, ഞാനത് ഡിലീറ്റ് ചെയ്തോളാം. എന്നിട്ട് ബബിതനെ അടിമുടി നോക്കിയിട്ടെന്ന് പറയുന്നുണ്ട്, എന്തായാലും ഈ വീഡിയോ ഞാൻ വിശദമായിട്ടൊന്ന് കണ്ടു, ഈ വീഡിയോ ലീക്കൗട്ടായ എന്താ സംഭവിക്കുന്നുള്ളത് നിനക്കറിയാമല്ലോ, പിന്നെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ വീഡിയോ ആയിരിക്കും കയറി കൊളുത്താൻ പോകുന്നത്, മൊത്തത്തിൽ നാറാൻ പോകുന്നതും നീ തന്നെയാ, ഇതെങ്ങാനും പുറത്തുള്ളവരറിഞ്ഞ നീയും നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ വീട്ടുകാരും കടപ്പാട്ടൂരുള്ള എല്ലാവരും തന്നെ നാറിപ്പോവും, അതുപോലുള്ള കാര്യമല്ലേ ബബിത മോള് ചെയ്തു വെച്ചേക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, പ്ലീസ് ഹരിയേട്ടാ പ്ലീസ് എന്നെ ദ്രോഹിക്കല്ലേ, ഹരിയേട്ടൻ എന്നെ ഒരു അനീതിയെ പോലെ കാണണം, പ്ലീസ് ഹരിയേട്ടാ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക, എനിക്ക് ആകെപ്പെട്ട് ടെൻഷൻ ആവുക, പേടിയാവുക, ഇതെങ്ങാണോ ആരെങ്കിലും അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, പ്ലീസ് ഹരിയേട്ടാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും ഹരി പറയുന്നുണ്ട്, അത് ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം,
ആ പിന്നെ നീ അനീതിയാണെന്നും പറയണ്ട. അനീതിയാകാൻ നീ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചവളൊന്നും അല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നീ എൻ്റെ മുറപ്പെണ്ണാണല്ലോ. നിന്നെ കല്യാണം കഴിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. എന്നിട്ട് ബബിതനെ വല്ലാത്തൊരു നോട്ടം നോക്കിക്കൊണ്ട് തന്നെ ഹരി പറയുന്നുണ്ട്, നീയാൾ കൊള്ളാവല്ലോ, നീ ഒരു ഒന്നൊന്നര ചരക്ക് തന്നെയാ. ഇത്രയും നാളും നിന്നെ അവൻ യൂസ് ചെയ്യല്ലായിരുന്നോടി. ഒരു കാര്യം ചെയ്താലോ, എന്തു ചോദിച്ചാലും തരുമെന്നല്ലേ നീ പറഞ്ഞേ. അപ്പം ബബിതയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. ഹരി ആൾ അത്ര നല്ലതൊന്നും അല്ലെന്നുള്ളത് ബബിതയ്ക്ക് അറിയാം. പക്ഷേ എന്ത് ചെയ്യാനാകും, നിവർത്തിയില്ലല്ലോ. ഹരി ഉടനെ പറയുന്നുണ്ട്, എങ്കിൽ ഒരു കാര്യം ചെയ്യാം. അമലിന് നിനക്ക് എന്തോരം ഇഷ്ടം എന്നുള്ളതൊക്കെ എനിക്കറിയാം. അമലിന് നീ എല്ലാം കൊടുത്തു എന്നുള്ളതും എനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ അവൻ സുഖിക്കല്ലായിരുന്നോ? അതുപോലെ ഇന്നൊരു ദിവസം നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്കുന്നേ. അതിന് നീ സമ്മതിക്കുകയാണെങ്കിൽ ഈ വീഡിയോസും ഫോട്ടോസും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ഹരി ബബിതയെ ചേർത്ത് നിർത്താനായിട്ട് നോക്കിയാണ് കേട്ടോ. ആ സമയത്തേക്ക് ബബിത കുതിറി മാറാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ ഹരിയെ നോക്കുകയാണ്. അപ്പോഴേക്കും ഹരി ബബിതയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ആ നീ സമ്മതിച്ചാൽ എല്ലാ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നീ ഒന്ന് മനസ്സ് വെക്കണം, എങ്കിൽ മാത്രമേ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്യുള്ളൂ. അതിന് ഞാൻ പ്രത്യേകം മോളോട് പറയണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, ആ കൈയെടുക്ക് ഹരിയേട്ടാ. എന്താ ഹരിയേട്ടൻ ഉദ്ദേശിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഹരിയേട്ടൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കിയാൽ എനിക്കറിയാം. റൂമിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ക്യാഷോ ഗോൾഡോ ഒക്കെ ആയിരിക്കും ഹരിയേട്ടൻ ചോദിക്കുന്നതെന്നാണ് ഞാൻ ഓർത്തത്. എൻ്റെ മാനത്തിനാണ് ഹരിയേട്ടൻ വില പറയുന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. എന്താ ഹരിയേട്ട ഇത്, എന്നെ ഒരു അനീതിയെ പോലെ വേണ്ട കാണാൻ. രഞ്ജുവിനാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെങ്കിൽ ഹരിയേട്ടൻ ഇങ്ങനെയാണോ പെരുമാറുന്നത്? പ്ലീസ് ഹരിയേട്ടാ, എന്നെ ദ്രോഹിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മനുമായിട്ട് ഇനി എനിക്കൊരു ബന്ധവും ഉണ്ടാവില്ല. പ്ലീസ് ഹരിയേട്ടാ, എന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത്. പ്ലീസ് ഹരിയേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുകയാണ് വീണ്ടും ബബിത. പക്ഷേ ഹരി ഒന്നിനും തന്നെ തയ്യാറാവുന്നില്ല കേട്ടോ. ഹരി ഉടനെ ബബിതയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താടി നീ ഉദ്ദേശിച്ചത്? ഇത്രയ്ക്ക് ഡയലോഗ് പറയാൻ നീ വലിയ പരിവൃതിയൊന്നും അല്ലല്ലോ. നീ ആരാന്നടി നിന്റെ വിചാരം? ഒരു വലിയ ശീലാവധി വന്നേക്കുന്നു. ഇത്രയും നാളും അവൻ്റെ കൂടെ പോയി അഴിഞ്ഞാടി നടന്നിട്ട് ഇപ്പം അവൾ വലിയ പരിവൃതിയാകാൻ നോക്കുന്നു. നീ ഒരു കാര്യം ഓർത്തോ, എനിക്കൊന്നും തന്നെ നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടാനുള്ളത് മുഴുവൻ നിനക്കാ. നഷ്ടമായേക്കുന്നത് നിനക്ക് തന്നെ ആടി മോളെ. അതുകൊണ്ട് നീ എന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ബബിത വീണ്ടും ഹരിയെ ദേഷ്യപ്പെട്ട് തന്നെ നോക്കിയാണ് കേട്ടോ. ഹരി ചോദിക്കുന്നുണ്ട്, എന്താടി നീ ഇങ്ങനെ നോക്കുന്നേ? എന്താ അപ്പം നീ സമ്മതിക്കില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും കാണട്ടെ, എനിക്ക് നഷ്ടപ്പെടാനൊന്നും തന്നെയില്ല. നിന്റെ ജീവിതം തന്നെ ഇല്ലാതായി പോവുള്ളൂ. എനിക്കതിലൊരു കുഴപ്പമില്ല എന്ന് തന്നെ ഹരി പറയുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, പ്ലീസ് ഹരിയേട്ട, എന്നെ ദ്രോഹിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു അബദ്ധം പറ്റി പോയതാണ്. ഇത് വെച്ച് ഹരിയേട്ടൻ മുതലാക്കാൻ നോക്കരുത്. പ്ലീസ് ഹരിയേട്ട, പ്ലീസ്, എനിക്ക് അങ്ങനെ ആകാൻ കഴിയില്ല. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കുക ഹരിയേട്ട എന്നൊക്കെ തന്നെ വീണ്ടും പറയുമ്പോഴേക്കും അപ്പോൾ ഹരി ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും ബബിതയുടെ അടുത്ത് വന്നിട്ട് ആ ഫോണിലെ വിഷ്വൽസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ദേ ഇത് കണ്ടോ, ഇത് കാണ്, നല്ലപോലെ കാണ്. രണ്ടുപേരോടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇത് നാട്ടുകാർ കണ്ട എന്തായിരിക്കും നിന്റെ അവസ്ഥ? നാട്ടുകാർ പോട്ടെ, നിന്റെ വീട്ടിലുള്ളവർ കണ്ട അവർ നിന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്? അത് നീ ആലോചിച്ച് നോക്കിയോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ബബിതയെ വീണ്ടും വീണ്ടും ആ വീഡിയോസൊക്കെ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുകയാണ്. ആ സമയത്ത് ബബിത പൊട്ടിക്കരയുകയാണ് കേട്ടോ. പ്ലീസ് ഹരിയേട്ടാ, ഇതൊന്നും നിർത്ത്, വേണ്ട, എനിക്ക് കാണണ്ട. പ്ലീസ് ഹരിയേട്ടാ, ഇതൊന്നും മതിയാക്ക് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബബിത പറയുമ്പോഴേക്കും ഹരി ഇന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഹരി ബബിതയോട് പറയുക, ആ നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. സമ്മതിച്ചാൽ നിനക്ക് തന്നെ നല്ലത്. സമ്മതിച്ചില്ലെങ്കിൽ നീ ആയിരിക്കും എല്ലാവരുടെ മുമ്പിൽ നാറാൻ പോകുന്നത്. എനിക്കതിലൊരു കുഴപ്പമില്ല. ഇപ്പം നീ എൻ്റെ മുമ്പിലൊന്ന് വഴങ്ങിയാൽ നിനക്ക് വലിയ കുഴപ്പമില്ലാതെ തട്ടി മുട്ടി അങ്ങ് പോകാം. അല്ലെങ്കിൽ ഇതോടുകൂടി നിന്റെ ജീവിതം തീരും. നിനക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല. എന്ത് വേണമെന്നോ നീ തന്നെ തീരുമാനിക്കേ. ദേ അധികം സമയമൊന്നുമില്ല, അവരൊക്കെ ഇപ്പം ഇങ്ങോട്ടേക്ക് വരും. അതെ, അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തീരുമാനിക്കണമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബബിത ഇങ്ങനെ ഹരിയെ തുറച്ച് നോക്കിയാണ്. എന്നിട്ട് ബബിത ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നോക്കിയാണ് കേട്ടോ. ആ ഫോണിനകത്താണല്ലോ വിഷ്വൽസ് ഉള്ളത്. ആ ഫോൺ തന്നെ നശിപ്പിച്ച് കളഞ്ഞാലോ? എങ്ങനെയെങ്കിലും ഹരിയേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടണമെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബബിത. എന്നിട്ട് ബബിത ഹരിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഇല്ല ഹരിയേട്ട, ഞാനിതിന് സമ്മതിക്കില്ല. എനിക്കിതിന് സമ്മതിക്കാൻ കഴിയില്ല. ഹരിയേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും നിൽക്കാൻ കഴിയില്ല. പ്ലീസ് ഹരിയേട്ട, എന്നെ വിട്ടേരെ. എന്തായാലും ഹരിയേട്ടൻ്റെ ഈ ആവശ്യം നടക്കാൻ പോകണില്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഹരി ഉടനെ തന്നെ ബബിതയോട് ആ ഫോൺ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ആ എന്നാൽ ശരി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനത് ഇന്ന് തന്നെ എല്ലാവരെയും കാണിച്ചോളാം. ആ എൻ്റെ അച്ഛനെയും കൊച്ചച്ഛനെയും പിന്നെ നിൻ്റെ അച്ഛനെയും അമ്മയും എല്ലാവരെയും ഞാൻ കാണിച്ചോളാം. പുന്നാര മോളുടെ വഴിപിഴിച്ച ബന്ധങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കാണട്ടെ. അവർ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ഹരി വലിയ വീമ്പിളക്കി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം തന്നെ നമ്മുടെ ബബിത ഹരിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ഹരിയെ കട്ടിലോട്ട് തള്ളിയിട്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കുകയാണ്. ഫോൺ മേടിച്ചുകൊണ്ട് സ്പീഡിൽ തന്നെ ബബിത ഓടി പോകുന്നുണ്ട് കേട്ടോ. തൊട്ടു പുറകെ തന്നെ ഹരി ഡീന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് ബബിതയുടെ പിന്നാലെ ഓടി വരികയാണ്.
അങ്ങനെ ബബിത സ്റ്റെപ്പ് ഇറങ്ങി ഓടി വരുന്നത് നമ്മുടെ രോഹിത്തിൻ്റെ മുമ്പിലോട്ടാണ് കേട്ടോ. രോഹിത് ആ സമയം അങ്ങോട്ടേക്ക് കയറി വരികയായിരുന്നു. രോഹിത്തിനെ കണ്ട പാടെ തന്നെ ബബിത ഒന്നും അറിയാത്ത പോലെ തന്നെ പെട്ടെന്ന് നടന്നു പോയിട്ട് റൂമിൽ ചെന്ന് ഡോർ അടയ്ക്കുകയാണ്. എന്നിട്ട് രോഹിത് മുകളിലോട്ട് കയറി ചെല്ലുമ്പോഴേക്കും ഹരിയുടെ മുമ്പിൽ നിൽക്കുകയാണ് സ്റ്റക്കായിട്ട്. എന്താടാ, എന്ത് പറ്റിയടാ എന്നൊക്കെ ഇങ്ങനെ രോഹിത് ചോദിക്കുമ്പോഴേക്കും ഹരി ഒന്നും പറയാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത് പിന്നെ ഒന്നുമില്ലടാ വെറുതെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ബബിതയുടെ പിന്നാലെ പോകാനും പറ്റത്തില്ല. ബബിതയുടെ പിന്നാലെ പോയാൽ എന്തിനാ അവളുടെ പിന്നാലെ പോകുന്നതെന്ന് ഇവൻ ചോദിക്കും. ഫോണും അവളുടെ കയ്യിലാന്ന് പറഞ്ഞാൽ എന്താ നിൻ്റെ ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തതെന്ന് ചോദിക്കും. ഫോണിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അതിനി വലിയ പ്രശ്നങ്ങളുമാകും. ഇവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബബിതയ്ക്കിട്ടും കിട്ടും, അവനിട്ടും കിട്ടും എന്നുള്ളതും അറിയാം. എല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഹരി. ബബിതയെ എങ്ങനെയെങ്കിലും എൻ്റെ വരുതിയിലാക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കണം. രോഹിത് ഇതൊന്നും അറിയാൻ പാടില്ല. അവൾ എൻ്റെ കയ്യിൽ തന്നെ വരും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴേക്കും രോഹിത് ഹരിയോട് പറയുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എന്ത് പറ്റി നിനക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ലടാ, ഞാൻ വെറുതെ അന്ന് നീങ്ങി വന്നേ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് റൂമിലോട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ഹരി അവിടെ മടിച്ച് നിൽക്കുകയാണ്. അത് പിന്നെ എടാ ഞാനിപ്പോൾ വരാം, ഞാൻ താഴെ വരെ ഒന്ന് പോയിട്ട് വരാം, ഇപ്പം തന്നെ ഞാൻ വരാമെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും രോഹിത്തിനൊരു സംശയമാവുന്നുണ്ട്. എന്താടാ, എന്തെങ്കിലും കാര്യമുണ്ടോ? എന്താ പറ്റിയത് നിനക്ക്? നിനക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ ഉണ്ടല്ലോ, എന്ത് പറ്റി? എന്നോട് സത്യം പറയടാ എന്നൊക്കെ ഇങ്ങനെ രോഹിത്ത് പറയുന്നുണ്ടെങ്കിലും ഒന്നുമില്ലടാ, ഒന്നുമില്ല വെറുതെ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഹരി. ഇനിയിപ്പോൾ ഞാൻ താഴോട്ട് പോയാൽ രോഹിത്തിന് എന്തെങ്കിലും ഒരു സംശയം ആവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ ഹരി രോഹിത്തിൻ്റെ കൂടെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ബബിതയാണെങ്കിലും ആ സമയം കൊണ്ട് തന്നെ റൂമിൽ ചെന്നിട്ട് ഹരിയുടെ ഫോണിലുള്ള ആ ഫോട്ടോസും വീഡിയോസും എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. ആ ഫോണിൽ നിന്ന് തന്നെ പെർമനൻ്റ് ആയിട്ട് ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് നമ്മുടെ ബബിത. എന്തായാലും ഹരിയുടെ ഫോണിൽ നിന്ന് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബബിതയ്ക്ക് ഒരു ആശ്വാസം ആകുന്നത് കേട്ടോ. അങ്ങനെ ഫോണിലെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഡിലീറ്റ് ചെയ്തതിൻ്റെ സമാധാനത്തിൽ തന്നെ ബബിത ഇരിക്കുകയാണ് കേട്ടോ, ഒന്ന് ആശ്വാസമൊക്കെ ആയിട്ട്. എന്നിട്ട് പതിയെ ഹരിയുടെ റൂമിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. അവിടെ ഹരിയും രോഹിത്തും വരുന്ന വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ബബിത പതുക്കെ റൂമിലോട്ട് കയറി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഹരിയോടായിട്ട് പറയുന്നുണ്ട്, ഇന്ന് ഹരിയേട്ടൻ്റെ ഫോൺ. അപ്പോഴേക്കും ഹരി ഒന്നും അറിയാത്തതിനെ പോലെ എൻ്റെ ഫോണ് നീ കൊണ്ടുവന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഫോൺ മേടിക്കുകയാണ് കേട്ടോ. രോഹിത്തിന് സംശയമായിട്ട് രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഹരിയുടെ ഫോൺ എന്തിനാ നിനക്ക്? ഇവൻ്റെ ഫോണും കൊണ്ട് നീ എന്തിനാ താഴോട്ട് പോയേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അത് എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ നെറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഹരിയേട്ടൻ്റെ ഫോൺ മേടിച്ചുകൊണ്ട് പോയതാ. എന്തായാലും ഞാൻ നോട്ട്സൊക്കെ എഴുതി, ഇനിയിപ്പം ഈ ഫോൺ ഹരിയേട്ടന് കൊടുക്കാൻ വേണ്ടി തിരിച്ച് വന്നതാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഹരി ഒരു വല്ലാത്ത നോട്ടം നോക്കിക്കൊണ്ട് ഹരിയുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുകയാണ്. ഹരി എന്നിട്ട് ഫോൺ മേടിച്ച് പോക്കറ്റിൽ വെക്കുകയാണ്. രോഹിത്താണെങ്കിലും ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ലല്ലോ. രോഹിത്തിന് ചെറിയ തോതിലുള്ള സംശയമൊക്കെ തോന്നിയെങ്കിലും രോഹിത് അത് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. കാരണം നേരത്തെ സ്റ്റെപ്പ് ഇറങ്ങി ധൃതി വെച്ച് ബബിത പോകുന്നതും പുറകെ ഹരി ഓടി ചെല്ലുന്നതുമൊക്കെ നമ്മുടെ രോഹിത്തിൻ്റെ മനസ്സിൽ വന്നു പോകുന്നുണ്ട്. പക്ഷേ രോഹിത് അത് വലിയ ഇതായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. രോഹിത് അത് വിട്ട് കളയുകയാണ്. ഒരാശ്വാസത്തോടെ തന്നെ ബബിത ഇറങ്ങി പോകുന്ന കാണുമ്പോഴേക്കും ആ ഫോണിലെ ഫോട്ടോസും വീഡിയോസൊക്കെ അവൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ഹരിക്ക് മനസ്സിലാവുകയാണ്. ബബിത റൂമിൽ നിന്ന് പോയതിനു ശേഷം രോഹിത്ത് കാണാതെ തന്നെ ഹരി രോഹിത്തിനോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഫോണിനെടുത്ത് നോക്കുന്നുണ്ട്. ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ അതിലുണ്ടോ എന്നൊക്കെ ഉള്ളത്. അന്നേരം അതൊക്കെ ഫോണിലില്ല എന്നുള്ളത് നമ്മുടെ ഹരിക്ക് മനസ്സിലാവുകയാണ്. ഫോണിൽ നോക്കിയിട്ട് വല്ലാത്തൊരു വിഷമത്തോടെ ഹരി അത് മിസ്സായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എന്താടാ എന്ത് പറ്റി? എന്ത് മിസ്സായി പോയ കാര്യമാണ് നീ പറയുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ലടാ, അത് വേറൊരു കാര്യമാണ്, ഞാനത് വേറൊരു കാര്യം ആലോചിച്ച് പറഞ്ഞതാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എന്താടാ അവൾ ഫോണിൽ നെറ്റ് മുഴുവൻ തീർത്തോ എന്നിങ്ങനെ ചോദിക്കുക. ആടാ അവൾ ഫോണിൽ നെറ്റ് മുഴുവൻ അങ്ങ് തീർത്തു, ഇനിയിപ്പോൾ വേറെ റീചാർജ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ഹരി. എന്നിട്ട് ഹരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത്തവണ നീ രക്ഷപ്പെട്ടു, ഇനി ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുപടി, അന്ന് നിന്നെ ഞാൻ പൂട്ടിയിരിക്കും. ഇന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നീ നോക്കിയിരുന്നോടി, നീ എൻ്റെ കയ്യിൽ തന്നെ വന്ന് പെടും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹരി. അങ്ങനെ തലനാരിഴയ്ക്ക് ഹരിയുടെ ചതിയിൽ നിന്നും ബബിത രക്ഷപ്പെട്ടു പോവുകയാണ്. ഹരി ഇത്രയ്ക്ക് ചീപ്പാണെന്നുള്ള കാര്യം ബബിത അന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. അലീനയോട് മാത്രമല്ല ഇവൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്, ഇതേ കണ്ണോട് കൂടി തന്നെയാണ് അവൻ എല്ലാവരെയും നോക്കുന്നതെന്നൊക്കെയുള്ളത് നമ്മുടെ ബബിതയ്ക്ക് അന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബബിത തിരിച്ച് കടപ്പാട്ടൊരു വീട്ടിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ് കേട്ടോ. അതേക്കുറിച്ചൊക്കെ രോഹിത്തിനോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അങ്കിളുമാരെല്ലാം നമ്മളെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാനാണല്ലോ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അലീന അവിടെ ഉണ്ടെന്നോർത്ത് നമ്മൾ പോകാതിരിക്കുമൊന്നും വേണ്ട. എന്തായാലും അമ്മ തിരികെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്മയുടെ കൂടെ നിൽക്കാമല്ലോ. അതുവരെ നമ്മൾ അവളെ സഹിച്ച് അതുവരെയെങ്കിലും നമ്മൾ തിരിച്ച് കടപ്പാട്ടൊരു വീട്ടിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ ബബിത ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ അധികം വൈകാതെ തന്നെ ബബിതയും രോഹിത്തും തിരിച്ച് കടപ്പാട്ടൊരു വീട്ടിലേക്ക് തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ്